ന്യൂ ബോൺ ബേബീസിന് ബ്രസ്റ്റ് ഫീഡിങ് പലപ്പോഴും സാധ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രസ്റ്റ് പമ്പ്. എന്തായാലും നമുക്ക് സംശയങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ അനിലയാണ് എന്നോടൊപ്പം ഉള്ളത്. ഹായ് ഡോക്ടർ. ഹലോ. എല്ലാ അമ്മമാർക്കുള്ളൊരു സംശയമാണ്, ബ്രസ്റ്റ് ഫീഡിങ് പലപ്പോഴും ചില കുട്ടികൾക്കൊക്കെ പറ്റത്തില്ല. അപ്പം ബ്രസ്റ്റ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ക്വാളിറ്റീസ് ആൻഡ് ഡിസ്ക്വാളിറ്റീസ് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. ബ്രസ്റ്റ് പമ്പ് നമുക്ക് മെയിൻലി മൂന്ന് തരത്തിലുള്ള ബ്രസ്റ്റ് പമ്പാണുള്ളത്. അതിൽ നമുക്ക് പേഴ്സണൽ യൂസിന്, ഹോം യൂസിന് 2 ടൈപ്പാണുള്ളത്. അത് മാനുവൽ പമ്പ്സും ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് പമ്പ്സും ഉണ്ട്. മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് പമ്പ്സാണ്. അത് ഹോസ്പിറ്റൽ യൂസിനുള്ളത് മാത്രമാണ്. ഇപ്പോൾ ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മദേഴ്സിന് ബേബീസ് ഡയറക്റ്റായിട്ട് ഫീഡ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ സക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബേബീസ്, ഇപ്പോൾ ട്രിപ്ലെറ്റ്സോ ട്വിൻസോ ഒക്കെ വരികയാണെങ്കിൽ മദറിന് സൈമൾട്ടേനിയസ്ലി ഒരേ സമയം ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് അമ്മയുടെ പാല് കുഞ്ഞ് സക്ക് ചെയ്യുന്നതിന് പകരം ബ്രസ്റ്റ് പമ്പ് എന്നുള്ളൊരു ചെറിയൊരു ഉപകരണമാണ്. അത് വെച്ചിട്ട് പമ്പ് ചെയ്തെടുത്ത് നമുക്ക് ഒരു 4 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാല് അമ്മയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കെയർ ടേക്കേഴ്സിന് ആർക്കെങ്കിലും കുഞ്ഞിന് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ മാനുവൽ ബ്രസ്റ്റ് പമ്പ് ആണെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഈ പമ്പ് വെച്ചിട്ട് ബ്രസ്റ്റ് പമ്പ് ചെയ്ത് പാലെടുക്കേണ്ട ആവശ്യമുണ്ട് ഓരോ തവണയും. അത് ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ കുഞ്ഞ് സക്ക് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് അമ്മയ്ക്ക് വരുള്ളൂ. പമ്പ് ചെയ്യുന്നത് വഴിയുള്ള മദറിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പാല് വരുന്നത് നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റ് പമ്പിങ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. മാത്രമല്ല, നമുക്ക് ഫോർമുല ഫീഡ്സിൻ്റെ ഉപയോഗം വളരെയധികം കുറഞ്ഞും കാണാറുണ്ട് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ മാനുവൽ പമ്പ് യൂസ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അത് സ്ക്വീസ് ചെയ്യേണ്ടി വരും. ഒരു 10 മിനിറ്റോളം സ്ക്വീസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു ക്ഷീണമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബാറ്ററി ഓപ്പറേറ്റഡ്, നമുക്ക് റീചാർജബിൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് പമ്പ്സ് ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ബാഗിൽ തന്നെ ഇപ്പം മദറിൻ്റെ ബേബി ബാഗിൽ തന്നെ കൊണ്ട് നടക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പമ്പ് ചെയ്യാം. ആകെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 3 hours കൂടുമ്പോൾ പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുന്ന പാല് വൃത്തിയായിട്ട് ഒരു 4 hours വരെ നമുക്ക് കീപ്പ് ചെയ്യാം. അത് ബേബിക്ക് യൂസ് ചെയ്യാം, ആവശ്യത്തിനുള്ള പാല് യൂസ് ചെയ്യാം. ഈ പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നെക്സ്റ്റ് കുഞ്ഞിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മളത് വൃത്തിയായിട്ട് അത് ഡിസസംബിൾ ചെയ്യുക, പാർട്സ് സെപ്പറേറ്റ് ചെയ്യുക. അതിന് മാനുവൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ നോക്കി വൃത്തിയാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തോ സിസ്റ്റേഴ്സിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഒന്ന്, നമ്മൾ ഒരു 5-10 മിനിറ്റ്സ് ബോയിലിംഗ് വാട്ടറിലിടുക, തിളപ്പിക്കുക നമ്മൾ പറയും. മിക്ക ആൾക്കാർക്ക് ഒരു തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക. അങ്ങനെയല്ല, 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുക തന്നെ വേണം, എന്നാലേ അത് സ്റ്റെറൈൽ ആവുള്ളൂ. അതിനുശേഷം നമ്മൾ കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ബാറ്ററി ഓപ്പറേറ്റഡ് പമ്പ്സ് ആണെങ്കിൽ അതിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പാടില്ലാത്ത പാർട്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാനുവൽ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ കഴുകി സോപ്പ് കളഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ.